അതൊരു സൂപ്പർ സ്റ്റാർ ആണോ ഇങ്ങനെ ഈ പെൺകുട്ടിയെ 4-5 ദിവസം റൂമിൽ കൂട്ടിയിട്ട് പീഡിപ്പിച്ചത്? കേരളത്തിലെ നമ്പർ 1. ദമു എന്ത് പറ്റിയടാ? ചായ നെറുകന്തലേ കയറി ബ്ലോക്ക് ആയതാ. ഈ പെൺകുട്ടിയെ കൂട്ടിയിട്ട് പീഡിപ്പിച്ച ദേശീയ അവാർഡ് നേടിയ നടൻ സൂപ്പർ സ്റ്റാർ എന്നൊക്കെ പറയുമ്പോ അത് മോഹൻലാൽ ആണോ എന്ന് സംശയിക്കുന്ന പലരും ഉണ്ട്. മിനുന് എന്താ തോന്നുന്നത്? ആയിരിക്കാം. ഇനി നീ എങ്ങാനും ഇപ്പൊ മമ്മൂട്ടിയെ കുറിച്ച് അത്തരത്തിലുള്ള ആക്ഷേപങ്ങളൊന്നും ഇല്ല, മമ്മൂട്ടി അങ്ങനെ ഒന്നും ഉള്ള ആളല്ലെന്ന് പൊതുവെ ഒരു ധാരണയുണ്ട്. അതെ അതെ, ഭാഗ്യം. ഓ ഭാഗ്യം. അതിന് വിരുദ്ധമായ അഭിപ്രായങ്ങൾ, പരാതികളൊക്കെ മിനു കേട്ടിട്ടുണ്ടോ? മാഡത്തിനോട് ഇയാളെ കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ പുകഴ്ത്തി പറയണമെന്ന് എന്നോട് പറയാൻ പറഞ്ഞു. ഉണ്ട്, കേട്ടിട്ടുണ്ട്. എനിക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് ഒക്കെ അയച്ചു തന്നു തിരുവനന്തപുരത്ത് നിന്ന്. എന്നിട്ട് എന്നോട് പറഞ്ഞു മിനുവിന്റെ റൂം ലാലേട്ടന്റെ റൂമിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഞാൻ വഴിപിഴപ്പിക്കേണ്ട പെണ്ണും വന്നു. ഹംസേ, ഇനി നിന്റെ കോർട്ടിലാടാ പന്ത്. വഴിപിഴപ്പിക്കാൻ എന്തിനാ പന്ത്? എടാ മണ്ട, അവര് റൂം നമ്പർ 101-ലിരിക്കും. ഞങ്ങള് 3 പേരുണ്ടെന്ന് പറഞ്ഞു. ലാലേട്ടൻ, ഡയറക്ടർ രാജീവോ പിന്നെ മണിയമ്പിള്ള അച്ചോട്ടൻ. ചെല്ലുമ്പോ എന്റെ പെങ്ങള് നേരെ പുറത്തേക്ക് പോരും. പിന്നെ നിനക്ക് നിന്റെ പണി തുടങ്ങാം. ഒരു ദാക്ഷിണ്യവും കാണിക്കരുത് ഹംസേ. സൂപ്പർ താരങ്ങളും പെടാൻ പോകുന്നു. മമ്മൂട്ടിയും മോഹൻലാലും അടക്കം അന്വേഷണത്തിന്റെ പരിധിയിലേക്ക് വരാൻ പോകുന്നു. അവരടക്കം. നീ പീഡന കാര്യത്തിൽ ഇത്ര മിടുക്കനാന്ന് ഞാൻ കരുതിയില്ല. കഴിഞ്ഞ 3 മാസമായിട്ട് മൂത്രം ഒഴിക്കാനല്ല പ്രതിസ്ഥാനത്ത് വരാൻ പോകുന്ന കേസുകളുണ്ട്. അതുമായി ബന്ധപ്പെട്ട 164കൾ ഉറപ്പായും രേഖപ്പെടുത്തപ്പെടും, അല്ലെങ്കിൽ പരാതിക്കാരങ്ങനെ നിൽക്കുകയാണ്. അത് ഉറപ്പല്ലേ? അത് ഉറപ്പാണ്. പക്ഷെ ഇവളുണ്ടല്ലോ ഈ മീര, ഇവള് ദുരൂഹതയുടെ ഒരു താഴ്വരയാണ്. അതെ, ACPയുടെ മകളെ 5 ദിവസത്തോളം ഹോട്ടലിൽ പൂട്ടിയിട്ട് പീഡിപ്പിച്ചൊരു സംഭവം ആവർത്തിച്ച് മിനു പറയുന്നുണ്ട്. പക്ഷെ അത് കേരളം എത്രത്തോളം ഏറ്റെടുത്തിട്ടുണ്ടെന്ന് എനിക്ക് സംശയമുണ്ട്. സ്ത്രീ പീഡനോ? അതെ, പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടി നേരിട്ട് തന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ അറസ്റ്റ്. അത് എന്താണ് ആ സംഭവം? അത് ശരിക്കും നടന്ന സംഭവം തന്നെയാണ്. ആ കുട്ടി ആരാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഏതാണ് ആ പെൺകുട്ടി? ചന്തവാസന്തി അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡ് മേരി. പക്ഷെ അവര് ഈ പരാതി കൊടുക്കുന്ന ടൈപ്പ് അല്ലല്ലോ. സാറിന് തെറ്റുപറ്റിയതാവും. അതൊരു സൂപ്പർ സ്റ്റാർ ആണോ ഇങ്ങനെ ഈ പെൺകുട്ടിയെ 4-5 ദിവസം റൂമിൽ കൂട്ടിയിട്ട് പീഡിപ്പിച്ചത്? കേരളത്തിലെ നമ്പർ 1. നിന്നെ അവൾ എന്തെങ്കിലും നുണ പറഞ്ഞു പറ്റിക്കും. നുണ പറയാൻ അവളെ കഴിഞ്ഞ ആളുള്ളൂ. എല്ലാം കുലുങ്ങും, കേരളം ഒന്ന് കുലുങ്ങും, സത്യം. കാരണം ഇത് ഇത്രയും നാളും എല്ലാരും മറച്ചു വെച്ചോണ്ടിരുന്ന. എന്തോന്നടാ ഇതൊക്കെ? നാണക്കേട്. ദൂരോട്ടില്ലെന്നേ. ഈ മുകേഷിന് സ്മൈലി അയച്ചതോ അതുപോലെ പൈസ കടം ചോദിച്ചോ ഒക്കെ ആയിട്ട് ബന്ധമാണ്. അത് വളരെ കൂളായിട്ട് നേരിടുന്നു. എന്നാ രാമഭദ്രൻ എന്നെ എത്ര വെറുക്കുന്നോ അത്ര ഞാൻ രാമഭദ്രനെ ഇഷ്ടപ്പെടുന്നു. ഞാൻ രാമഭദ്രനെ ഇഷ്ടപ്പെടുന്നു. പിന്നെ ഞാൻ പറയട്ടെ, അന്ന് എനിക്ക് ആ പീഡനത്തിന് ശേഷം ഞാനും മുകേഷും ശത്രുക്കളല്ലായിരുന്നു. അദ്ദേഹം പിന്നെ എന്നെ വിളിക്കുന്നുണ്ട്, അതായത് ഇങ്ങനെ സോപ്പിട്ട്. സത്യമാണോ ഹംസേ? എനിക്കറിയില്ല സാറേ, ഇവന് ജാമ്യം വേണ്ട സാർ. ഇനി ആരോടും അന്ന് നടന്ന സംഭവം ഒന്നും ആരോടും പറയല്ലേ എന്നുള്ളൊരു സോപ്പിടല് പുള്ളിക്കാരനുണ്ടായിരുന്നു. അപ്പൊ ഞാനും പതൊക്കെ ആ ഒരു നയത്തിൽ നിന്നു. നീ എന്തിനാ എന്നെ ഇഷ്ടപ്പെടുന്നത്? അത് ഞാൻ സമ്മതിക്കില്ല. എന്റെ സമ്മതം ചോദിച്ചിട്ടാണ് രാമഭദ്രൻ എന്നെ വെറുക്കുന്നത്. പിന്നെന്താ? എന്നെ സ്നേഹിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ പറ്റില്ല. അറിയോ, ഇന്നില്ലെങ്കിൽ നാളെ എന്നെ പുള്ളിക്കാരൻ ഏതെങ്കിലും ഒരു സിനിമയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യും. 1. 2, എനിക്ക് മെമ്പർഷിപ്പ് തരുമായിരിക്കും. എന്നൊക്കെ വിചാരിച്ചപ്പോ ഞങ്ങൾ എനിമീസ് അല്ലായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് മിണ്ടുമൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പറ്റൂല്ല, ഞാനും നോക്കട്ടെ. നോക്കിക്കോ, ഏത് കുരങ്ങനെ വേണമെങ്കിലും നോക്കിക്കോ, പക്ഷെ എന്നെ നോക്കണ്ട. ഞാൻ രാമഭദ്രനോട് എന്നെ ഇഷ്ടപ്പെടാനെന്ന് പറഞ്ഞില്ല. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ ഞാൻ ഇടയ്ക്ക് സ്മൈലിയൊക്കെ അയച്ചു വേണേ. അതൊക്കെ ഞങ്ങളുടെ അതെന്തുവാ, ഒരു മാർക്കറ്റിംഗ്. നിന്നെ ദ്രോഹിക്കരുത്, ഉപദ്രവിക്കരുത്. എടീ, നീ ആനപ്പാറയിലെ പെണ്ണാണെങ്കിൽ ഈ 500-ന്റെ മോൻ നിന്നെ ദ്രോഹിക്കും, ഉപദ്രവിക്കും, മാനം കെടുത്തും, പിന്നെന്തൊക്കെ ചെയ്യും, അതൊക്കെ ചെയ്യും.